ശരിക്കും ഞാൻ അവന് ചേർന്ന ഭാര്യയല്ലേ? എന്താണ് കണ്ണാടി നോക്കി ഗോഷ്ടി കാണിക്കുന്നത്? എന്നെ ഉപേക്ഷിച്ചിട്ട് രണ്ടാമതൊരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുക. എന്റെ മനസ്സിൽ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഇനിയിപ്പം സിദ്ധുവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ ഞാനും അങ്ങനെ ആലോചിക്കണുണ്ട്, വേറൊരു കല്യാണം കഴിച്ചാലോ. നീ അത്രക്കങ്ങ് പോരാ. സിദ്ധു ഈ പറഞ്ഞത് തമാശയാണല്ലോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ചിന്ത എവിടെയോ സിദ്ധുവിന് മനസ്സിൽ കിടക്കുന്നുണ്ട്, അതെനിക്കറിയാം. എന്തല്ലേ? ആ എന്തു പറയാനാ, ഇനി പറ്റിപ്പോയില്ലേ. പറ്റിപ്പോയെങ്കിൽ പറ്റിപ്പോയാലേ, പറ്റിപ്പോയാലും പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ പറഞ്ഞിട്ട് കാര്യമില്ല. എടോ 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 മതി കേട്ടാ. സമ്മതിച്ച് ഇയാളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, തനിക്ക് നല്ല പൊക്കമുണ്ട്, പണ്ണമുണ്ട്, നല്ല ജോലിയുണ്ട് എന്നും പറഞ്ഞ തനിക്കൊരു വിചാരമുണ്ട് താൻ വലിയ സംഭവമാണെന്ന്. ആ ഞാൻ വലിയ സംഭവം തന്നെ കേട്ടോ അറിയാ. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കോളേജിൽ കൂടെ പഠിക്കുന്ന പെമ്പിള്ളാരൊക്കെ പറയും ഞാൻ ഭയങ്കര ഹാൻസം ആണ്, ടോക്കറ്റീവ് ആണ്, ഗുഡ് ബോയ് ആണ്. നമ്മുടെ മെയിൻ സംഭവം തന്നെ ഈ സിംപ്ലിസിറ്റി ആണല്ലോ. നീ കാണിക്കുന്ന നിന്റെ സിംപ്ലിസിറ്റിയും വിനയോ ഒക്കെ വെറും ഫേക്ക് ആണ്. എങ്ങനെ? ഫേക്ക് ഫേക്ക്. ആ അറിയാ, നിനക്ക് ഞാൻ ഫേക്ക് ആണെന്ന് തോന്നിയിട്ടുണ്ടോടാ? എനിക്ക് ഇന്നേ അവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അളിയ ഹാൻസം ആണ്, ടോക്കറ്റീവ് ആണ്, സിംപ്ലിസിറ്റി ആണ് അളിന്റെ മെയിൻ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തോന്നൂല, കാരണം നിന്റെ കയ്യിൽ എന്തെങ്കിലും ചിക്കല് പ്രതീക്ഷയാണ് ഇവൻ നടക്കണത്. ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പോട്ടെന്ന് പറഞ്ഞ് ക്ഷമിച്ചു വിടുമ്പോ തലേ കയറി തില കാണിക്കില്ലേ? ആ ഞാൻ അടുത്ത് ഉടുക്കും ഞാൻ. നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചാ മുറിന്നിറങ്ങി പോടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം, ഞാൻ പോണ് അല്ലയാ. അനുഭവിച്ചോ പോടാ ഇറങ്ങി. അനുഭവിക്കാടാ, നീയെങ്കിലും പോ അങ്ങോട്ട്. ഓ അപ്പൊ അനുഭവിക്കാണ് അല്ലേ? എന്തായാലും ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ, നീ ഇതെന്താ സീരിയസ് ആയിട്ട് എടുക്കണേ? ഞാൻ സീരിയസ് ആയിട്ട് എടുക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താനിവിടെ സഹിച്ചാണോ നിക്കണത്? ഞാൻ എന്തോന്ന് സഹിച്ചു നിക്കുന്നു? എന്നെ സഹിച്ചാണ് ഇവിടെ നിക്കുന്നേന്ന് സത്യം പറഞ്ഞോളാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ നീ ചുമ്മാ ഒരു കാര്യമില്ലാതെ വിഷയമൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ അത്യാവശ്യം സഹിക്കാറുണ്ട്. അതിപ്പോ നീ എന്നെ സഹിക്കാറില്ല, അത്രേ ഉള്ളൂ. ഇവക്കെന്ത് പറ്റി? നല്ല കുഴപ്പമുണ്ടാവും. ഇന്നത്തെ ദിവസം പോയി കിട്ടി. എന്റെ പൊന്നോ മൂമോയ്, നമ്മള് നേരത്തെ പറഞ്ഞത് അച്ചട്ട് കീറ് കൃത്യം അതേപോലെ തന്നെ. എന്തുവാടാ? ലച്ചേച്ചനായിരുന്നു തന്നെ എല്ലാവരും പറഞ്ഞത്. ആ പാമ്പ് പിടിച്ച് അളിയനിട്ട് കാടിച്ച് കീറണ്. കാര്യം എന്തുവാടാ? കാര്യം എന്തിന്? കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. അളിയന്റെ അഞ്ചത്ത് കയറുക എന്ത് പറയണെന്ന് ചേച്ചി. സിദ്ധു, നിനക്കൊരു വിചാരമുണ്ട്, നിനക്കൊന്ന് ഭയങ്കര വെള്ളവും പൊക്കവും ഒക്കെ ഉണ്ട്, നീ ഭയങ്കര സംഭവമാണ്, മാടയാണ്, തേങ്ങയാണ്, കോടയാണെന്നൊക്കെ പറയണ്. അളിയൻ പാമ്പ് പിടിച്ചോ ഇതൊക്കെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കണ്. ആ ഓർന്നൂടെ പറഞ്ഞ് അളിയൻ കാണിക്കണ ഈ വിനയവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, വെറും ഫേക്ക് ആണെന്ന്. കൊച്ചിന്റെ ഒരു കാര്യം ഈ കൊച്ചിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലയോ? എടാ ലച്ചു മര്യാദക്ക് ഇരിക്കുന്ന സമയത്ത് ചേച്ചി കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സിദ്ധു ക്ഷമിച്ചിരിക്കുക. സിദ്ധുവിന്റെ ക്ഷമ നശിച്ചാലേ അത്ര നല്ലതല്ല. അതിപ്പം സിദ്ധുവിന്റെ എന്നല്ല, ആരുടെ ക്ഷമ നശിച്ചാലും അത്ര നല്ലതൊന്നും അല്ല. അല്ല, ഞാനത് മൊത്തത്തിലൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മൊത്തത്തിൽ പറയാൻ അടങ്ങലെടുത്തേക്കുവാണോ? ഓ ഈ വേട്ടാവളേന് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നു കാണും, അതുകൊണ്ടായിരിക്കും അല്ലേ? ഒന്നും ഇല്ല ലച്ചു, നാങ്ക സാധാരണമാ എന്നെ പേസുവാമോ ആ സാധാരണ മറ്റുള്ളവരെ കുറ്റം പറയുന്ന പോലെ എന്നെയും കുറ്റം പറഞ്ഞു കാണും അല്ലേ? എന്റെ ലച്ചു, നീ നിന്റെ സ്വഭാവം ഒന്ന് മാറ്റ്. ഇനി ഇപ്പൊ അഥവാ നിനക്ക് മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ നീ നിന്നെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്ക്. എനിക്ക് സൗകര്യമില്ല. ഞാൻ എന്തിനാ എന്റെ സ്വഭാവം മാറ്റണം? ഞാൻ എന്തിനാ എന്നെ തന്നെ കൺട്രോൾ ചെയ്യണം? സമ്മതിച്ച് ഈ പറയുന്ന ലച്ചുനെ കുറെ കുറവുകളുണ്ട്. ഓ
നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞ ആൾക്കാരാണല്ലോ. ഓ ദേ വരുന്ന് എല്ലാം തികഞ്ഞ പൂർണ്ണ പുരുഷൻ. എന്റെ പൊന്ന് ലച്ചൂസെ, ഞാൻ നേരത്തെ ഒരു തമാശ പറഞ്ഞ, വെറുതെ അതിനകത്ത് പിടിച്ചു കയറാൻ നിക്കല്ലേ. ഇവൻ പറയാ ഇവൻ എന്നെ കെട്ടിയതേ അബദ്ധമായി പോയെന്ന്. അമ്മൂമ്മ ഉള്ളത് പറയാലോ, നാട്ടുകാരി എന്നെ പറ്റി എന്ത് കുറ്റം പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ സ്വന്തം വീട്ടുകാര് പറയുമ്പോ അത് ഇവിടെ കൊള്ളും. പിന്നെ ചെറുക്ക, നിന്റെ അടുത്തൊരു കാര്യം, ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ പെമ്പിള്ളേരും ലോകസുന്ദരിമാരുടെ രൂപമായിട്ടല്ല ജനിക്കണത്. പിന്നെ എന്നെ കാണാൻ അത്ര മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. പിന്നെ നിന്റെ അടുത്തൊരു കാര്യം, 10ലും +2 പഠിക്കുമ്പോ എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നു? ജസ്റ്റ് പാസ് അല്ലേ. ഈ വീട്ടില് ഏറ്റവും കൂടുതൽ പഠിച്ച് മാർക്ക് മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഡിസ്റ്റിങ്ഷൻ വരെ ഉണ്ടായിരുന്നു, അറിയോ? 50% മുകളിലല്ലേ ഡിസ്റ്റിങ്ഷൻ? എന്താണെങ്കിലും ഉണ്ടായിരുന്നോ? അത് മാത്രോ? ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, കവിതയ്ക്ക് കവിത, സ്പോർട്സിൽ വരെ ഞാൻ മിന്നിട്ടുണ്ട്. പിന്നൊരു കാര്യം, ഞാൻ ഇവിടെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. കോളേജിൽ പഠിക്കുന്ന സമയത്തെ എന്റെ പുറകെ നിന്നെക്കാളും പൊക്കവും വണ്ണമുള്ള എന്തോ ഒരു ആമ്പിള്ളേര് പുറകെ നടന്നിട്ടുണ്ടെന്ന് അറിയോ? എന്തോ ഒരു ലവ് ലെറ്റേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? പകുതി കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അളിയനേക്കാളും പൊക്കം കൊണ്ടുള്ളവന്മാരും അവന്മാർക്ക് എന്തിനായിരിക്കും? ചേച്ചി ഒരു എസ്റ്റിമേറ്റ് എത്ര പേര് ചേച്ചിയുടെ പുറകെ നടന്നിട്ടുണ്ടാവും? ഇനി വാ തുറന്ന ചെകിളടിച്ചു പൊട്ടിക്കും ഞാൻ പണ്ടേ പറയാറില്ല അപ്പൊ ഇവൻ കാരണം എന്റെ കുടുംബജീവിതം നശിക്കുമെന്ന്. ഇത് അങ്ങനെ തന്നെയായിരിക്കും, നോക്കിക്കോ. ഞാൻ അളിയാ, ചെയ്ത് മൊത്തം ഞാനാടാ. എന്റെ പൊന്നമ്മ, ഞാൻ ലച്ചൂസിന്റെ അടുത്ത് ഒരു തമാശക്ക് പറഞ്ഞു ഞാൻ വേറൊരു കല്യാണത്തിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവൾ അത്ര പോരാന്ന്. ജസ്റ്റ് തമാശക്ക് അത് വെച്ചിട്ടാണ് ഇവിടെ കയറി പിടിക്കണേ. என்ன லட்சு இது? சித்து ஒரு தமாசை தானே சொன்னான். சித்துக்கு நீனா ரொம்ப உசுரு. உன்னை விட்டு அவன் எங்க போறான்? ആന്റി മിണ്ടരുത്. കാശ്മീരിലേക്കുള്ള വഴി വെച്ചാലേ കാട്ടാക്കട വഴി പോകുന്നതാണ് എളുപ്പം എന്ന് പറയുന്ന ആളല്ലേ ആന്റി. മിണ്ടി പോരുത് ഇവിടെ. அப்படிதானே போவாங்க காட்டாக்கடை வழி. ദേ എന്റെ ടെമ്പർ തെറ്റിയിരിക്കുക കേട്ടോ. സിദ്ധുമോനെ, ഇനി തമാശ പറയുമ്പോഴേ ലച്ചുമോക്കും മനസ്സിലാവുന്ന രീതി പറയണേ. അയ്യോ, അങ്ങനെ ഒരു തമാശ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല അമ്മൂമ്മ. എടാ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവവും വർത്താനവും കാരണമാണ് ആ മെർലിൻ ഇവിടെ നിന്ന് നാട് വിട്ട് US പോയത്. നീ നോക്കിക്കോ, ആ കൊച്ചുണ്ടല്ലോ നല്ലൊരു സായിപ്പ് പയ്യനെയും കെട്ടി ട്വിൻസ് പിള്ളേരായിട്ട് നിന്റെ മുമ്പിൽ വന്ന് നീ കൂടെ എന്ത് ഇതിനെ ഉണ്ടല്ലോ അല്ലെ നീ സമാധാനപ്പെട്ടാ ലച്ചു, നീ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യും. നീ അവിടെ കണ്ട് സമാധാനത്തിരിക്കും, എല്ലാം ഓക്കെ. അതെ ഞാൻ നിന്നെ കൊണ്ടേ അനാവശ്യമായിട്ട് ഭക്ഷണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ പേരിലോ 5ന്റെ പൈസ ചെലവഴിപ്പിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കുറഞ്ഞ പൈസക്ക് തുണിയും മേടിച്ച് കണ്ട തയ്യൽ കട കയറി ഇറങ്ങുന്ന എന്തിനാന്നറിയോ? നിനക്ക് ലാഭം ഉണ്ടാക്കി തരാനാ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയില്ല. ഈ ലച്ചുവിന്റെ മനസ്സിലേ ദേ ഈ നിൽക്കുന്ന മനുഷ്യനും എന്റെ കൊച്ചും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതാരും മനസ്സിലാക്കിയില്ല. നീ എവിടെയോ എന്തോ ഒരു തകരാറുള്ള പോലെ ഫീൽ ചെയ്തില്ലേ? ഉണ്ട്.